മോഡലിംഗിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഭവത്തിലെ ഒന്നാം പ്രതി സിന്ധുവിനെ ജൂൺ 4 വരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. സിന്ധുവിന് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധമെന്നും കൂട്ടബലാത്സംഗത്തിന്റെ ദൃശ്യം പകർത്തിയത് സിന്ധുവാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. റിമാൻഡ് ചെയ്ത പ്രതിയെ കാക്കനാട് വനിതാ ജയിലിലേക്ക് മാറ്റി. കേസിലെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. 2026 ഫെബ്രുവരി 20-നാണ് പരാതിക്കാരിയെ ദുബായിലേക്ക് കൊണ്ടുപോയത്. അപ്പാർട്ട്മെന്റിൽ എത്തിച്ച ശേഷം കോളയിൽ വെളുത്ത പൊടി കലക്കി നൽകി. അബോധാവസ്ഥയിലായ ശേഷം മറ്റു പുരുഷന്മാരുടെ മുറിയിലേക്ക് കടത്തിവിടുകയായിരുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂട്ടബലാത്സംഗം നടന്നുവെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം സിന്ധു ഇവ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ മൊബൈലിലേക്ക് അയച്ചു നൽകിയെന്നും പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരി ആദ്യവാരത്തിലാണ് കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. തന്റെ മകളുടെ പേരിൽ ദുബായിലുള്ള ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായി ഉയർന്ന ശമ്പളത്തിൽ ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ചാണ് സിന്ധു പരാതിക്കാരിയായ യുവതിയെ കെണിയിൽ വീഴ്ത്തിയത്. വിസയ്ക്കും മറ്റ് ആവശ്യങ്ങൾക്കുമായി യുവതിയിൽ നിന്ന് 4.70 ലക്ഷം രൂപയും സിന്ധു കൈക്കലാക്കിയിരുന്നു. എന്നാൽ ദുബായിൽ എത്തിച്ച യുവതിയെ റോളർ സ്ട്രീറ്റിലുള്ള ബർദുബായി എന്ന സ്ഥലത്തെ ഒരു രഹസ്യ അപ്പാർട്ട്മെന്റിലേക്കാണ് കൊണ്ടുപോയത്. ഇവിടെ യുവതിയെ ക്രൂരമായി തടങ്കലിൽ പാർപ്പിച്ചു. തുടർന്ന് അവർ കുടിച്ച കോളയിൽ വെളുത്ത പൊടി രൂപത്തിലുള്ള മയക്കുമരുന്ന് കലർത്തി നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം അവിടെ എത്തിയ പുരുഷന്മാർക്ക് ലൈംഗികമായി ഉപയോഗിക്കാനായി സിന്ധു വിൽക്കുകയായിരുന്നു എന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ഈ സമയം കേസിലെ 3ഉം 4ഉം പ്രതികളായ മഞ്ജിമയും അലീനയും പണം വാങ്ങി സൂക്ഷിച്ച ശേഷം പുരുഷന്മാരെ പരാതിക്കാരിയായ യുവതിയുടെ മുറിയിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി കടത്തിവിട്ടു. ഇവിടെ വെച്ച് നടന്ന ക്രൂരമായ കൂട്ടബലാത്സംഗത്തിന്റെ ദൃശ്യങ്ങൾ സിന്ധു സ്വന്തം മൊബൈൽ ഫോണിൽ പകർത്തി. പ്രതികളെ എതിർക്കാനോ പരാതിപ്പെടാനോ തുനിഞ്ഞാൽ തകർക്കുമെന്ന ഭീഷണിയോടെ ഈ ദൃശ്യങ്ങൾ യുവതിയുടെ ഭർത്താവിനും ബന്ധുക്കൾക്കും സിന്ധു വാട്സപ്പ് വഴി അയച്ചു നൽകുകയും ചെയ്തു. ദുബായിൽ എത്തിച്ച പെൺകുട്ടികളെ മുറികളിൽ പൂട്ടിയിട്ട് അവരുടെ ചിത്രങ്ങൾ വാട്സപ്പിൽ പങ്കുവച്ചാണ് സിന്ധു ആവശ്യക്കാരുമായി പണത്തിനായി വിലപേശിയിരുന്നത്. സിന്ധുവിന്റെ ഫോൺ വിവരങ്ങളും ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിച്ചതിൽ നിന്നും ഇത്തരത്തിൽ ഒട്ടനവധി പെൺകുട്ടികൾ ഇവരുടെ കെണിയിൽ പെട്ടിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. മറ്റൊരു യുവതിയെ കൂടി സമാനമായ രീതിയിൽ ചതിയിൽപ്പെടുത്തി ഇവർ നിർബന്ധിതമായ ലൈംഗിക വൃത്തിക്ക് ഇരയാക്കിയതായി പോലീസിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികൾ ഒച്ചവെക്കുകയോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയോ ചെയ്താൽ രണ്ടാം പ്രതി ചൂരൽ പോലുള്ള വടികൊണ്ട് ക്രൂരമായി തല്ലി ഉപദ്രവിക്കും. അഞ്ചാം പ്രതി മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ഇരകളുടെ മൊഴിയിലുണ്ട്. 3ഉം 4ഉം പ്രതികളായ മഞ്ജിമയും അലീനയും സിന്ധുവുമായി നിരന്തരം വാട്സപ്പിൽ ബന്ധപ്പെട്ടിരുന്നതായും ഇവർക്ക് UPI വഴി സിന്ധു വലിയ തോതിൽ പണം അയച്ച് നൽകിയിരുന്നതിന്റെ തെളിവുകളും പോലീസ് സൈബർ സെല്ല് കണ്ടെടുത്തു കഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ 4ആം പ്രതിയായ അലീനയുടെ സുഹൃത്തും കൊച്ചിയിലെ നിരവധി കവർച്ച ഗുണ്ടാ കേസുകളിൽ പ്രതിയുമായ ഔറംഗസേബ് എന്ന ക്രിമിനലിന് 1ആം പ്രതിയായ സിന്ധു ബാങ്ക് വഴി വൻതുക ട്രാൻസ്ഫർ ചെയ്തതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്.